പുതിയ കുട്ടികളുണ്ടാകാം, കാണാത്തവരുണ്ടാകാം, അവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെയാണ് മിസ് പറഞ്ഞത്. അപ്പോൾ ബയോളജിയിൽ ഇതാ 20 മാർക്ക്, 20 ഔട്ട് ഓഫ് 20. നമുക്ക് ബേസിക് സയൻസിൽ 3 എണ്ണം ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ബയോളജിയിൽ 20 മാർക്കും 20 ഔട്ട് ഓഫ് 20 ഉറപ്പിച്ച് വാങ്ങാൻ റെഡിയായ മക്കളാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഷുവർ ആയിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല ഫുൾ മാർക്ക് തന്നെ ബേസിക് സയൻസിന് വാങ്ങുമെന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. 20 മേടിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. ഇവിടെ തന്നിട്ടുണ്ട് മക്കളെ, മൈറ്റോകോൺഡ്രിയോൺ, ഗോൾഗി കോംപ്ലക്സ്, പ്ലാസ്റ്റിഡ് റൈബോസോം അല്ലേ. ഇവിടെ മൈറ്റോകോൺഡ്രിയയും ഗോൾഗി കോംപ്ലക്സും പ്ലാസ്റ്റിഡ് റൈബോസോം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റപ്പെട്ടത് ആരായിട്ട് എടുക്കാം? പ്ലാസ്റ്റിഡാന്ന് പറയാം അല്ലേ, പ്ലാസ്റ്റിഡാന്ന് പറയാം. കാരണം എങ്ങനെ ഇത് ഓഡ് വൺ ഔട്ടായി? അതേഴ്സ് ആർ പാർട്ട് ഓഫ് ആനിമൽ സെൽ അല്ലേ. ബാക്കിയുള്ളത് എന്താണ്? ജന്തുകലയുടെ ഭാഗം, അല്ലെങ്കിൽ ബാക്കിയുള്ളവ ജന്തുകോശങ്ങളിൽ കാണുന്നു അല്ലേ. പ്ലാസ്റ്റിഡ് ജന്തുകോശത്തിൽ കാണുമോ? ഇല്ല, സസ്യകോശത്തിൽ മാത്രമേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഓഡ് വൺ ഔട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ സെൽ ഓർഗനൽ ദാറ്റ് ഹെൽപ്പ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്. എന്ത് ചോദിച്ചിട്ടുള്ളത്? മാംസ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രോട്ടീൻ സിന്തസിസ് ആരാ മക്കളെ? റൈബോസോം ആണ് അല്ലേ. പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്ന ആളെന്ന് പറയുന്നത് ആരാണ്? റൈബോസോം ആണ്. മറന്നു പോകരുത്. 1 മാർക്ക് കഴിഞ്ഞ് 2 മാർക്ക് ഇതാ പോക്കറ്റ് വീണിട്ടുണ്ട്. മൂന്നാമത്തേത് പദജോടി ബന്ധമാണ്, വേർഡ് പെയർ റിലേഷൻഷിപ്പ്. സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ് എങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാ? നമ്മുടെ റോബർട്ട് ബ്രൗൺ ആണ് അല്ലേ. സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണെങ്കിൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. നമ്മുടെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആള് റോബർട്ട് ബ്രൗൺ ആണെന്ന് കാരണം ന്യൂക്ലിയസ് ഇച്ചിരി ബ്രൗൺ കളറിലാണെന്ന് ആലോചിച്ചാൽ മതി. ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ജന്തുകല തിരിച്ചറിയാനാണ്. ഐഡന്റിഫൈ ദ ആനിമൽ ടിഷ്യൂ. ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. ഏതാ മക്കളെ? നമ്മുടെ മസ്കുലാർ ടിഷ്യൂ, പേശി കലയാണ് തന്നിട്ടുള്ളത്. ചിത്രം മനസ്സിലാക്കി വെക്കണം. എല്ലാ കലയുടെയും ഡയഗ്രംസ് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അടുത്തത്, ഐഡന്റിഫൈ ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നെയിം ദ കണ്ടക്റ്റീവ് ടിഷ്യൂ ഷോൺ ഇൻ ദ ഫിഗർ. തന്നിട്ടുള്ളതിൽ ഈ കണ്ടക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള സംവഹന കല ഏതാണെന്നാണ്. എളുപ്പത്തിൽ പറയാലോ. കാരണം എന്താ? വേറൊന്നുമല്ല, നമ്മുടെ സൈലമാണ് അല്ലേ. നമ്മുടെ സൈലമാണ്. ഈ പേര് നിങ്ങൾ ഒരു കാലത്തും മറക്കില്ലാത്തതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പഠിച്ചു വെച്ചോ. ഇവിടെ ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ആരോ മാർക്ക് മേലേക്കായതുകൊണ്ട് അത് സൈലമാണ്, താഴേക്കാണെങ്കിലാണ് ഫ്ലോയം വരിക. അപ്പം സൈലമാണ് ഈ തന്നിട്ടുള്ള സംവഹന കല അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്, കണ്ടക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. റൈറ്റ് ദ ഫംഗ്ഷൻ. എന്താ സൈലം ചെയ്യുന്നത്? സൈലത്തിൻ്റെ ഫംഗ്ഷൻ മറ്റൊന്നുമല്ല, ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് അല്ലേ. ജലവും ധാതുക്കളും സംവഹനം ചെയ്യുന്നത് ആരാണ്? സൈലമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻഡോപ്ലാസ്മിക് അല്ലെങ്കിൽ വൈ ഈസ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം നോൺ എസ് സൈറ്റോസ്കെലട്ടൺ. എന്തുകൊണ്ടാണ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തെ കോശ അസ്ഥികൂടം എന്നൊക്കെ വിളിക്കുന്നത്? അങ്ങനെ അസ്ഥികൂടം നമുക്ക് പ്ലാന്റിൻ്റെ സെല്ലിലുണ്ടോ അല്ലെങ്കിൽ ആനിമൽ സെല്ലിലുണ്ടോ അല്ലെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്തെ അങ്ങനെ വിളിക്കൂ? കാരണമുണ്ട്, വേറൊന്നുമല്ല. ഇറ്റ് ഈസ് ഓൾസോ നോൺ എസ് സൈറ്റോസ്കെലട്ടൺ ആസ് ഇറ്റ് പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു ദ സെൽ. കോശാസ്ഥികൂടം എന്നറിയപ്പെടാനുള്ള കാരണം എന്താണ്? കോശത്തിന് ദൃഢതയും ആകൃതിയും ഒക്കെ കൊടുക്കുന്നത് എൻഡോസ്കെലട്ടൺ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോശാസ്ഥികൂടം എന്നും അല്ലെങ്കിൽ സൈറ്റോസ്കെലട്ടൺ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ സൈറ്റോസ്കെലട്ടൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഷേപ്പും ആകൃതിയും ഒക്കെ കൊടുക്കുന്നത് കൊണ്ടാണ്. അടുത്തത്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അബൌട്ട് പ്ലാന്റ് ടിഷ്യൂസ്. നെയിം ദ പ്ലാന്റ് ടിഷ്യൂ ദാറ്റ് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ്. പ്ലാന്റ് പാർട്ടിൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന ആരാണെന്ന് ആ ടേം കേട്ടാൽ, അല്ലെങ്കിൽ വഴക്കവും താങ്ങും നൽകുന്നതെന്ന് കേട്ടാൽ തന്നെ ഓർത്ത് വെച്ചോ, മറ്റാരുമല്ല, നമ്മുടെ കോളൻ കൈമയാണ്. അതേപോലെ ടിഷ്യൂ ദാറ്റ് ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് അല്ലേ. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാരം സംഭരിക്കാനും സഹായിക്കുന്നതാണ്. രണ്ടും ചെയ്യുന്നത് ഏതാണ്? പാരൻ കൈമ. രണ്ടും കൂടെ ചെയ്യുന്നത്
ചോദിച്ചിട്ടുള്ളത് പാരൻകൈമയാണ്. പ്ലാസ്റ്റിഡ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടിഷ്യൂ ആണ്. സോ ഫോട്ടോസിന്തസിസിനും സ്റ്റോറേജിനും ഹെൽപ്പ് ചെയ്യുന്നത് പാരൻകൈമയാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നോക്കിക്കേ. പ്ലാസ്റ്റിഡുകളെ പറ്റിയിട്ടൊരു ഫ്ലോ ചാർട്ടാണ് തന്നിട്ടുള്ളത്. ഇവിടെ ക്ലോറോപ്ലാസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. എയും ബിയും കണ്ടെത്തണം. ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ കരോട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കറിയാം അതാരാണ്? വർണ്ണകടമാണ് അല്ലേ, ക്രോമോപ്ലാസ്റ്റ് ആണ്. അതുമാത്രമല്ല വേറെയും പിഗ്മെൻറ്റുകളുണ്ട്. സാന്തോഫില്ലുണ്ട്, ആന്തോസയാനുണ്ട്. അതാണ് എന്ത് സിയും ഡിയിലും വരുന്നത്, സാന്തോഫില്ലും ആന്തോസയാനും. ലാസ്റ്റ് ഇവിടെയുള്ളത് ആരാണ്? ശ്വേതകണമാണ് അല്ലേ, ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. അപ്പം 3 പ്ലാസ്റ്റിഡുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. ചോദ്യം ഉറപ്പിച്ച് വെച്ചോളൂ. എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് പ്ലാസ്റ്റിഡ്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ് അല്ലേ. ഹരിതകണമുണ്ട്, വർണ്ണകണമുണ്ട്, ശ്വേതകണമുണ്ട്. ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിൻ്റെ ഫങ്ഷൻസും പിഗ്മെൻസും പഠിച്ചു വെക്കുക. അടുത്ത നോക്കിക്കേ. ഒബ്സർവ് ദ വേർഡ് പെയർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. വീണ്ടും പദജോടി ബന്ധമാണ്. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നെർവസ് ടിഷ്യൂ ആണെന്ന് പറയുന്നു. അതായത് നിയന്ത്രണവും ഏകോപനവും ചെയ്യുന്നത് ആരാ? നാഡീകലയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശരീര ചലനം, ബോഡി മൂവ്മെൻറ്റ്സ് സാധ്യമാക്കുന്ന ആരാ? മറ്റാരുമല്ല, നമ്മുടെ പേശികല, മസ്കുലാർ ടിഷ്യൂ ആണ് അല്ലേ, മസ്കുലാർ ടിഷ്യൂ ആണ്. അടുത്തതോ ഫ്ലോയം എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് സിന്തസൈസ്ഡ് ഫുഡ്. പ്ലാന്റ്സ് ഉണ്ടാക്കി വെച്ച ഫുഡിനെ എല്ലായിടത്തേക്കും എത്തിക്കുന്ന കണ്ടക്റ്റീവ് ടിഷ്യൂ ആണെന്ത്? ഫ്ലോയം എന്ന് പറയുന്നത്. സൈലത്തിൻ്റെ ഫംഗ്ഷൻ അപ്പോൾ എന്താണ്? ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ്. നമ്മൾ പറഞ്ഞു അല്ലേ, ജലവും ധാതു ലവണങ്ങളൊക്കെ സംവഹനം ചെയ്യപ്പെടുന്ന ആരാണ്? സൈലത്തിലൂടെയാണ്. ഫംഗ്ഷൻസ് പഠിച്ചു വെക്കണേ. സൈലവും ഫ്ലോയും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തതെന്താ? മാച്ച് ദ ഫോളോയിങ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കോ. കോളൻ കൈമ നമ്മൾ പറഞ്ഞിരുന്നു. കമ്പോസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ലൈൻസ് ഇന്നർ വോള് അല്ല. കമ്പോസ്റ്റ് ഓഫ് സെൽസ് യൂണിഫോംലി തിക്കല്ല. സെൽസ് ദാറ്റ് ആർ തിക്ക് അറ്റ് ദി കോർണേഴ്സ് ആണ് അല്ലേ. കോർണർ, മൂലകളിൽ മാത്രം തിക്കനിങ് ഉള്ളതാണെന്ത്? നമ്മുടെ കോളൻ കൈമ എന്ന് പറയുന്നത്. പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ് അല്ലേ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടിയുള്ളതാണ്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും അതുപോലെ താങ്ങും നൽകുന്നത് കോളൻ കൈമയാണ്. അടുത്തത് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ത് ചെയ്യുന്നു? ഇന്നർ വോൾ ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലേ. നമ്മുടെ അന്നപഥത്തിൻ്റെ ഉൾഭിത്തി ആവരണം ചെയ്യുന്നത് ആവരണ കലയാണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. എന്ത് ചെയ്യുന്നു? സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം ഒക്കെ നടത്തുന്നുണ്ട് അല്ലേ. ഫങ്ഷൻ സജസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്, സെക്രീഷൻ ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമേൻ്റെ ഫംഗ്ഷൻ എന്താ? ലാസ്റ്റ് ഒരെണ്ണമല്ലേ ഉള്ളൂ, നേരെ അങ്ങെടുത്ത് മാച്ച് ചെയ്തോളൂ. എന്താണ്? യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദ സെല്ലാണ് അല്ലേ. എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കോശങ്ങളാണ് കാണുന്നത്. പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നതാണ് ദ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഈസി ആയിട്ട് തന്നെ മാച്ച് ഫോളോയും ചെയ്യുക. ആലോചിച്ച് ചോദ്യം വായിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അടുത്തത് കുറേ സയൻറ്റിസ്റ്റുകളുടെ പേരാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ സയൻറ്റിസ്റ്റുകളുടെ പേര് എന്ത് ചെയ്താൽ മതി? മാച്ച് ചെയ്താൽ മതി. സെല്ല് ഡിസ്കവർ ചെയ്തത് ആരാണ്? റോബർട്ട് ഹുക്കാണ് ആണല്ലോ, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽ. സസ്യകോശത്തിൽ മാത്രം കാണുന്നതാണെന്ത് തന്നിട്ടുള്ളതിൽ? ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ്. ഓൺലി ഇൻ ആനിമൽ സെല്ല് തന്നിട്ടുണ്ട് ആരാണ്? സെൻട്രോസോം ആണ്. സെൻട്രോസോം ആണ് എന്ത് ചെയ്തത്? ജന്തുകോശത്തിൽ മാത്രം കാണുന്നത്. ഇനി ഓൾ പ്ലാന്റ് ബോഡീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സസ്യങ്ങൾക്ക് എല്ലാ കോശങ്ങൾ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ്? MJ ശ്ലീഡനാണ്. ജന്തു ശരീരവും കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് പറഞ്ഞതാരാണ്? തിയോഡസ് ഷ്വാനാണ്. ന്യൂക്ലിയസ്, മർമ്മം കണ്ടുപിടിച്ചതാരാണ്? റോബർട്ട് ബ്രൗൺ ആണ് അല്ലേ. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. അപ്പോൾ സയൻറ്റിസ്റ്റുകളുടെ ടേബിൾ ഷുവറാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഭാഗമാണ്. ഉറപ്പിച്ച് ചോദ്യം ചോദിക്കും കേട്ടോ. അടുത്തത് ഇതാ, കാർട്ടിലേജ് ആൻഡ് ബ്ലഡ് ആർ കണക്റ്റീവ് ടിഷ്യൂ. നമുക്കറിയാം അല്ലേ. തരുണാസ്ഥിയും രക്തവും എന്താണ്? യോജക കലയാണ്. ചോദ്യം ഇതാണ്, യോജക കലകളെ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നമ്മളതിനെ കണക്റ്റീവ് ടിഷ്യൂ എന്നുള്ള പേര് കൊടുത്തതെന്നാണ്. വേറൊന്നുമില്ല, കണക്ട് ചെയ്യുന്നു. ടിഷ്യൂസിനെ, ഒന്നിൽ കൂടുതൽ ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്നു. ടിഷ്യൂസ് ദാറ്റ് കണക്ട് ഡിഫറെൻറ്റ് ടിഷ്യൂസ് അല്ലേ. പല തരത്തിലുള്ള കലകളെ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ കലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കലയാണിത് യോജക കല. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ നമ്മളതിന് പേര് ചൊല്ലി വിളിച്ചത്. യോജക കലയ്ക്ക് മറ്റൊരു ഉദാഹരണം ഏതാനാണ് ചോദ്യം. റൈറ്റ് അനദർ എക്സാമ്പിൾ ഫോർ കണക്റ്റീവ് ടിഷ്യൂ. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നാണ്? ബോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ടെൻഡൻ, ലിഗമെൻറ്റ്, ഇതൊക്കെ എന്താ? ഫൈബ്രസ് ടിഷ്യൂസ് ഒക്കെ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതാം, അതിൻ്റെ ഫംഗ്ഷൻ എഴുതി. ഇവിടെ ബോൺ നമുക്ക് എഴുതാം. പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ്. അസ്ഥി എന്ത് ചെയ്യുന്നു? ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അപ്പം ഏതാണെന്ന് എഴുതുക, അതിൻ്റെ ഫംഗ്ഷൻ എഴുതുക, അത്രയേ ഉള്ളൂ. അടുത്തത് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ A, B and C. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. റൈറ്റ് ദെയർ ഫങ്ഷൻസ്. ഇവിടെ A എന്ന് പറയുന്നത് ഏതാ മക്കളെ? ന്യൂക്ലിയസ് ആണ്, നമ്മുടെ മർമ്മമാണ് ഈ കൊടുത്തിട്ടുള്ളത്. B എന്ന് പറയുന്നത് നോക്കുക, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു കപ്പ് പോലെ ഇരിക്കുന്ന ഭാഗം മൈറ്റോകോൺട്രിയ ആണ് അല്ലേ.
മൈറ്റോകോൺട്രിയാണ്. സി എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവുമാണ്. ഇനി ഓരോന്നിനെയും ഫംഗ്ഷൻ എഴുതണം. മർമ്മം എന്താ ചെയ്യുന്നത്? മർമ്മം കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി സെൻറ്റർ ഓഫ് ദ സെല്ലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് സെല്ലുലാർ ഫംഗ്ഷൻ. കോശത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, എല്ലാം നോക്കി നടത്തുന്ന ആരാണ്? ന്യൂക്ലിയസ് ആണ്. മൈറ്റോകോൺട്രിയ എന്താ? പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്, ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കോശ അസ്ഥികൂടം എന്നറിയപ്പെടുന്നു. കോശത്തിന് ദൃഢതയും ആകൃതിയും സംരക്ഷണമൊക്കെ കൊടുക്കുന്നു. സൈറ്റോസ്കെലട്ടൻ എന്നറിയപ്പെടുന്നു. പ്രൊവൈഡ് ഷേപ്പ് ആൻഡ് ട്രാൻസ്പോർട്ട് മെറ്റീരിയൽസ് അല്ലേ? മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. പദാർത്ഥ സംവഹനയ്ക്കും സഹായിക്കുന്ന ആളാണ് ആര്? നമ്മുടെ ഈ ഒരു നമ്മുടെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അപ്പോൾ ഇതുപോലെ എല്ലാ സെൽ ഓർഗനൽസും ടിഷ്യൂസും പക്കായിട്ട് പഠിച്ചു വെക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരൂ, അതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ല. അതുകൊണ്ട് 20 ബയോളജിക്ക് സെറ്റ് ആക്കിക്കൊള്ളുക. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? മറ്റൊരു ചോദ്യത്തിനുള്ള കൂടെ ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്ത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പം എന്താണ് മക്കളെ ഫ്ലോയത്തിൻ്റെ ഡയറക്ഷൻ? സൈലം നമ്മൾ പറഞ്ഞു അപ്വേർഡ് ഡയറക്ഷൻ ആണെന്ന്. ഫ്ലോയത്തിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്, എങ്ങോട്ടാണ് ഫ്ലോയ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടിപൊളി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓണപരീക്ഷയ്ക്ക് ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരാം. See you soon in the next video. Bye bye.